Hi everyone, in today's class we are going to discuss about valves. A valve is a device that regulates, direct or control the flow of fluid by opening, closing or partially obstructing the various passages. That is, ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്യാസസിൻ്റെ അല്ലെങ്കിൽ സ്ലറീസ് ഓർ സസ്പെൻഡഡ് സോൾട്സിൻ്റെ എല്ലാം ഫ്ലോ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് വാൾവ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൾവ്സ് ആർ യൂസ് ടു സെർവ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. Classification of valves. Classification, a valve can be classified or categorized based on function and connection, how it operates and type of actuator it used. അതായത് ഏത് രീതിയിലാണ് വാൾവ് ഫങ്ഷൻ ചെയ്യുന്നത്, ഒരു ഐസൊലേഷൻ ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതോ ഒരു റെഗുലേഷൻ ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് വാൾവ്സിൻ്റെ ക്ലാസിഫൈ ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ ബേസ് ചെയ്തിട്ട്. അതേപോലെ എൻഡ് കണക്ഷൻ, ഏത് രീതിയിലാണ് വാൾവ്സിൻ്റെ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൗ ഇറ്റ് ഓപ്പറേറ്റ്സ്, അതായത് വാൾവ് എങ്ങനെയാണ് ഓപ്പണും ക്ലോസും ചെയ്യുന്നത്, അതുപോലെ ഏത് ആക്ച്വേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് വാൾവ്സിനെ ഓപ്പണും ക്ലോസും ചെയ്യുന്നത്. സോ ഇങ്ങനെയൊക്കെ വാൾവിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ വാൾവ്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. സോ ഏത് ഫംഗ്ഷനാണ് ഓരോ വാൾവും പ്രൊവൈഡ് ചെയ്യുന്നത്? ഐസൊലേഷൻ, റെഗുലേഷൻ, സേഫ്റ്റി റിലീഫ് വാൾവ്, നോൺ റിട്ടേൺ വാൾവ്, സ്പെഷ്യൽ പർപ്പസ്. ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിൽ നിന്ന് വേറൊരു പാർട്ടിലേക്ക് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പാർട്ടിനെ വേറൊരു ഒരു സെക്ഷന് സെക്ഷൻ എയും ബിയും ഉണ്ടെങ്കിൽ സെക്ഷൻ എനെ ബിന്ന് ഐസൊലേറ്റ് ചെയ്യണം. സോ ഐസൊലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാൾവ്സ് ആണ് ഐസൊലേഷൻ വാൾവ്സ് എന്ന് പറയുന്നത്. ആൻഡ് റെഗുലേഷൻ ആണ്, മീൻസ് ഒരു വാൾവ് ഉപയോഗിച്ചിട്ട് നമ്മൾ വാട്ടറിൻ്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാൾവ്സ് ആണ് റെഗുലേഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി സേഫ്റ്റി റിലീഫ് വാൾവ്സ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഓവർ പ്രഷർ, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രീസെറ്റ് പ്രഷറിനെക്കാട്ടിയും ഓവർ പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എക്യുപ്മെൻറ്റ് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള പ്രഷറിനെ റിലീസ് ചെയ്യണം. അങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാൾവ്സ് ആണ് ഏത് വാൾവ്സ്? സേഫ്റ്റി റിലീഫ് വാൾവ്സ്. അപ്പം നെക്സ്റ്റ് നോൺ റിട്ടേൺ വാൾവ്. നോൺ റിട്ടേൺ വാൾവ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവർ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യണം. ഇപ്പം ഒരു ഫ്ലൂയിഡ് ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലൂയിഡ് വരാൻ പാടില്ല. സോ ആ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാൾവാണ് നോൺ റിട്ടേൺ വാൾവ്. ആൻഡ് ഫൈനലി സ്പെഷ്യൽ പർപ്പസ് വാൾവ്. സം വാൾവ്സ് ആർ ഡിസൈൻ ടു സെർവ് സ്പെഷ്യൽ പർപ്പസ്. സ്പെഷ്യൽ പർപ്പസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാൾവ്സ് യൂസ് ചെയ്യേണ്ട അങ്ങനെയുള്ള വാൾവ്സ് ആണ് സ്പെഷ്യൽ പർപ്പസ് വാൾവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എൻഡ് കണക്ഷൻ. അത് ഏത് രീതിയിലാണ് വാൾവിൻ്റെ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വാൾവിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ലൈക്ക് സ്ക്രൂഡഡ് ഓർ ത്രെഡഡ്, ഏത് രീതിയിലാണ് കണക്ട് ചെയ്തത്. ലൈക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ബട്ട് വെൽഡഡ് ആണ് വാൾവിൻ്റെ എൻഡ് കണക്ഷൻ, അതേപോലെ തന്നെ സോക്കറ്റ് വെൽഡഡ് ഉണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഓരോന്നിലും ഡിഫറെൻറ്റ് ടൈപ്പ് രീതിയിലാണ് എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് വാൾവ്സ് ബേസ്ഡ് ഓൺ ദ വേ ഇറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ലീനിയർ മോഷനാണ്. അതായത് ഈ വാൾവിനെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുന്നു, അതേപോലെ ഇത് മുകളിലോട്ടേക്ക് വരുന്ന സമയത്ത് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ലീനിയർ മോഷനിൽ വാൾവിനെ ഓപ്പൺ ക്ലോസും ചെയ്യുകയാണെങ്കിൽ അതിനെ ലീനിയർ വാൾവ്സ് എന്ന് പറയും. അതേപോലെ വാൾവ്സിന് റോട്ടറി മോഷനിലാണ് ഓപ്പൺ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ റോട്ടറി വാൾവ്സ് എന്ന് പറയും. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ക്വാർട്ടർ ടേൺ എന്ന് പറയുന്നത്. ഇപ്പം ഇതിനെ എന്താണ്, ഇതിപ്പം ഇനീഷ്യലി ഓൺ പൊസിഷനിലാണുള്ളത്. ആ ഓൺ പൊസിഷനിലുള്ളതിനെ നമ്മൾ ഓഫ് ആക്കേണ്ടെങ്കിൽ ഒരു ക്വാർട്ടർ ടേൺ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മളതിനെ ഓഫ് ആക്കുന്നത്. സോ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ക്വാർട്ടർ ടേൺ റൊട്ടേറ്റ് ചെയ്യണം. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ ടേണിൽ നമ്മൾ വാൾവിനെ ഓപ്പൺ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? ക്വാർട്ടർ ടേൺ വാൾവ്സ് എന്ന് പറയും. ആൻഡ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഇതിന് എക്സാമ്പിളാണ് വാൾവ്സിൻ്റെ. ഇപ്പോൾ ഗേറ്റ് വാൾവ്സ് ഏതാണ്? ലീനിയർ മോഷനിലാണ്. അതേപോലെ തന്നെ ഗ്ലോവ് വാൾവ് ലീനിയർ മോഷനിലാണ്, മുകളിലോട്ടേക്കും താഴോട്ടേക്കാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. ഈ വാൾവ്സൊക്കെ ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് നെക്സ്റ്റ് അതേപോലെ ഈ ബോൾ വാൾവ് റോട്ടറി മോഷനാണ്. അതേപോലെ ക്വാർട്ടർ ടേണിലാണ് റോട്ടറി മോഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് വാൾവ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ആക്ച്വേറ്റർ യൂസ്ഡ്. ഏത് ആക്ച്വേറ്റർ ഉപയോഗിച്ചിട്ടാണ് വാൾവ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം മാനുവലി ഉണ്ട്, ദാറ്റ് ഹാൻഡ് വീൽ ഉപയോഗിച്ചിട്ട് വാൾവ്സിനെ പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹാൻഡ് ലിവർ ഉപയോഗിച്ചിട്ട്, ഗിയർ വീൽ ഉപയോഗിച്ചിട്ട്, ചെയിൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? മാനുവൽ ടൈപ്പാണ്. ഇനി പവർ ഉപയോഗിച്ചിട്ട്, അതായത് ഇപ്പോൾ എയർ ഉപയോഗിച്ചിട്ടാണ് വാൾവിനെ ഓപ്പൺ ക്ലോസ് ചെയ്യുന്നത്. അതേപോലെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടാണോ, മീൻസ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിൽ ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടാണോ വാൾവ്സിനെ ഓപ്പണിംഗ് ക്ലോസ് ചെയ്യുന്നത്. അതേപോലെ ഇലക്ട്രിക്കൽ മോട്ടോഴ്സ് ഉപയോഗിച്ചിട്ട് ഓപ്പണിംഗ് ക്ലോസ്. അപ്പോൾ അതിനനുസരിച്ച് ഏത് പവറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് വാൾവിനെ ഓപ്പൺ ക്ലോസ് ചെയ്യുന്നത് അതനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്ന് മീൻസ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാൾവിന് ഓപ്പണിംഗ് ക്ലോസിങ്ങും. അതായത് ചെക്ക് വാൾവ് അതിൻ്റെ എക്സാമ്പിളാണ്. അത് ഞാൻ പറയുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ക്ലോസ് നടക്കുന്നത്.
Next, types of valve. So these are some different types of valve: gate valve, globe valve, check valve. So first one, ഗേറ്റ് വാൾവ്. ഗേറ്റ് വാൾവ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാൾവാണ്. ദാറ്റ് ഈസ് നമ്മളൊരു ലീനിയർ മോഷൻ വാൾവാണ്. ഫ്ലൂയിഡിൻ്റെ സ്റ്റാർട്ടും സ്റ്റോപ്പും, അതായത് ഫ്ലൂയിഡിനെ സ്റ്റോപ്പ് ചെയ്യിക്കാനും സ്റ്റാർട്ട് ചെയ്യിക്കാനും ഫ്ലൂയിഡിനെ അലോ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന വാൾവാണ്. ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഒരു ഐസൊലേഷനാണ് ഇതിൻ്റെ ആക്ച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഗേറ്റ് വാൾവ്സ് ആർ യൂസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഫ്ലൂയിഡ് സർവീസ് സച്ച് ആസ് എയർ, fuel, gas, feed water, steam, lube oil, hydrocarbon and almost any services. And gate valves provide good shut off provide ചെയ്യുന്നൊരു വാൾവാണ് ഗേറ്റ് വാൾവ്. നെക്സ്റ്റ് ഇതൊരു എക്സാമ്പിളാണ് ഗേറ്റ് വാൾവിൻ്റെ ലീനിയർ മോഷനിൽ വാൾവിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഗ്ലോബ് വാൾവാണ്. ഗ്ലോബ് വാൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പും മാത്രമല്ല അതിൻ്റെ കൂടെ എന്തും കൂടിയുണ്ട്, റെഗുലേഷനും കൂടിയുണ്ട് വാൾവ്സ്. സോ അങ്ങനെയുള്ള വാൾവാണ് ഗ്ലോബ് വാൾവ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതെന്താണ്, സ്റ്റാർട്ടും സ്റ്റോപ്പും, പിന്നെ അതുപോലെ വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യാനും പറ്റും. അതേപോലെ ദിസ് ഈസ് യൂസ്ഡ് വെയർ ഫ്ലോ കൺട്രോൾ ഈസ് റിക്വയർഡ് ആൻഡ് ലീക്ക് ടൈറ്റ്നസ് ഈസ് നെസസറി. ലീക്ക് ടൈറ്റ്നസ്സും അതേപോലെ ഫ്ലോ കൺട്രോളും ആവശ്യമുള്ളിടയ്ക്കാണ് നമ്മൾ ഗ്ലോബ് വാൾവ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഗ്ലോബ് വാൾവ് പ്രൊവൈഡ് ബെറ്റർ ഷട്ട് ഓഫ് ദാൻ ഗേറ്റ് വാൾവിനെക്കാട്ടും ബെറ്റർ ഷട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്യും. ബട്ട് അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്റ്റ്ലിയർ ദാൻ ഗേറ്റ് വാൾവിനെക്കാട്ടും കോസ്റ്റ്ലിയർ ആണ്. നെക്സ്റ്റ് ചെക്ക് വാൾവാണ്. ചെക്ക് വാൾവ് ഒരു എക്സാമ്പിൾ ഓട്ടോമാറ്റിക് വാൾവിൻ്റെ എക്സാമ്പിളാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഫ്ലൂയിഡ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് ഓപ്പൺ ആവും. അതേപോലെ തന്നെ ഈ ഫ്ലൂയിഡ് ഇത് ക്ലോസ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ബാക്ക് ഫ്ലോ ഇത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ചെക്ക് വാൾവ് അതിനൊരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് that this valve is used to prevent backflow in a piping system and is known as a check valve. It is also known as non-return valve. Non-return valve ആണ്, കാരണം ബാക്ക്ഫ്ലോനെ പ്രിവെൻറ്റ് ചെയ്യുന്ന വാൾവാണ്. നെക്സ്റ്റ് പ്ലഗ് വാൾവ് ആണ്. ദ പ്ലഗ് വാൾവ് is a quarter turn rotary motion valve that is used or uses a tapered or cylindrical plug to stop and start the flow. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ പ്ലഗ് ഉപയോഗിച്ചിട്ടാണ് വാട്ടറിൻ്റെ ഫ്ലോവിനെ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യിക്കുന്നത്. ഡിസ്ക് ഈസ് ഇൻ പ്ലഗ് ഷേപ്പാണ് വിച്ച് ഹാസ് എ പാസേജ് ടു പാസ് ദ ഫ്ലോ. അപ്പം പിന്നെ ഇതാണ് ഈ ഒരു ഡിസ്ക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് പ്ലഗ് ഉള്ളത്, സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. അതായത് ഈ വാൾവ്സ് ഇപ്പം മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബബിൾ ടൈറ്റ് ഷട്ട് ഓഫ് ആവശ്യമുള്ളിടയ്ക്കാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, പ്ലഗ് വാൾവ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വാക്വം ടു ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ. ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആപ്ലിക്കേഷനിലെ കേസിൽ ഏത് യൂസ് ചെയ്യുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലഗ് വാൾവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബോൾ വാൾവ്. ബോൾ വാൾവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാർട്ടർ ടേൺ വാൾവാണ്. ക്വാർട്ടർ ടേൺ റോട്ടറി മോഷൻ വാൾവാണ്. അപ്പോൾ അതിന് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോൾ വാൾവ് എന്താണ്, എന്തിന് എക്സാമ്പിളാണ്, ക്വാർട്ടർ ടേൺ റോട്ടറി മോഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് ഒരു റൊട്ടേഷൻ മോഷനോട് അതിൻ്റെ കൂടെ തന്നെ ഇതിനെ തിരിച്ച് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ക്വാർട്ടർ ടേൺ റോട്ടറി മോഷൻ വാൾവാണ്. ആൻഡ് ഇതിന് വെച്ച് കഴിഞ്ഞാൽ ദ ബോൾ വാൾവ് ഈസ് സ്മോളർ ആൻഡ് ലൈറ്റർ ദെൻ ഗേറ്റ് വാൾവ്. ഗേറ്റ് വാൾവിനെക്കാട്ടി സ്മോളർ ആയിരിക്കും, ലൈറ്റ്. ഇപ്പോൾ സെയിം റേറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ സെയിം സൈസ് റേറ്റിംഗ് ഉള്ള ഒരു ഗേറ്റ് വാൾവിനെക്കാട്ടിയും സ്മോളറും ലൈറ്ററും ആയിരിക്കും ഈ ബോൾ വാൾവ്. ഇപ്പോൾ ഇതിന് എക്സാമ്പിളാണ്, ഇത് ബോൾ വാൾവാണ്, പ്ലഗ് വാൾവാണ്. പ്ലഗ് വാൾവിൻ്റെ കേസിൽ ഇത് ഒരു ഏത് ഷേപ്പിലാണ്, ഒരു ബോളിൻ്റെ ഷേപ്പിലാണ്. പക്ഷേ എങ്കിൽ ഇതൊന്നൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്, പ്ലഗിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ഇത് ഡിഫറെൻറ്റ് ഷേപ്പാണ്, ഇത് ബോൾ ഷേപ്പ്ഡാണ്. അപ്പം അതാണ് രണ്ട് ഡിസ്ക് തമ്മിലൊരു, മറ്റേത് സിലിണ്ടറിക്കൽ ഷേപ്പ്ഡ് ഡിസ്ക്കാണ് ഇതിൽ പ്ലഗ് വാൾവിൻ്റെ കേസിൽ. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ബോൾ വാൾവിൻ്റെ കേസിൽ എന്താണ്, ഒരു ബോൾ ഷേപ്പ്ഡ് ഡിസ്ക്കാണ്. നെക്സ്റ്റ് ബട്ടർഫ്ലൈ വാൾവ്. ബട്ടർഫ്ലൈ വാൾവ് ഈസ് ഓൾസോ ക്വാർട്ടർ ടേൺ റോട്ടറി മോഷൻ വാൾവാണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോപ്പ്, റെഗുലേറ്റ് ആൻഡ് സ്റ്റാർട്ട് ദ ഫ്ലോ. അതായത് ഐസൊലേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ റെഗുലേഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാൾവാണ് ബട്ടർഫ്ലൈ വാൾവ്. ഇതാണ് ഒരു ബട്ടർഫ്ലൈ വാൾവിൻ്റെ എക്സാമ്പിൾ. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മൂവ്മെൻറ്റ്, വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. സോ ബട്ടർഫ്ലൈ വാൾവ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലാർജ് വാൾവ് ആപ്ലിക്കേഷൻ ഡ്യൂ ടു കോമ്പാക്ട് ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ that require considerably less space as compared to other valves. Next, needle valve. Needle valves are similar to globe valve in design, but with the biggest difference is sharp needle like a disc.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബ് വാൾവ് പോലെ തന്നെയാണ്, പക്ഷേ എങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഷേപ്പിൽ, ഈ ഡിസ്കിൻ്റെ ഷേപ്പിൽ ഡിഫറൻസ് കൊണ്ടാണ് ഇത് നീഡിൽ വാൾവ് പറയുന്നത്. അതായത് ഒരു നീഡിൽ ഷേപ്പിലാണ് അത് ആ ഡിസ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ആർ ഡിസൈൻ ടു ഗിവ് എ വെരി ആക്യുറേറ്റ് കൺട്രോൾ ഓഫ് ഫ്ലോ ഇൻ എ സ്മോൾ ഡയമീറ്റർ പൈപ്പിംഗ് സിസ്റ്റം. സ്മോൾ ഡയമീറ്റർ പൈപ്പിംഗ് സിസ്റ്റത്തിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സ്മോൾ ആയിട്ടുള്ള ഡിസ്ക് ആവശ്യമാണ്. അത് അതുകൊണ്ടാണ് നീഡിൽ ഷേപ്പിൽ ഇതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാൾവ്സ് ആണ് നീഡിൽ വാൾവ്. ആൻഡ് ദേ ഗെറ്റ് ദർ നെയിം ഫ്രം ദർ ഷാർപ്പ് പോയിൻറ്റഡ് കോണിക്കൽ ഡിസ്ക് ആൻഡ് മാച്ചിങ് സീറ്റ്. സോ ആ ഒരു നീഡിൽ ഷേപ്പ് കിട്ടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻസ് ആ പേര് കിട്ടാനുള്ള കാരണം അതിൻ്റെ ഷേപ്പിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ വാൾവിന് നീഡിൽ വാൾവിന് പേര് വരാൻ കാരണം. നെക്സ്റ്റ് പിഞ്ച് വാൾവ്. പിഞ്ച് വാൾവ് ആർ നോൺ ആസ് ക്ലാമ്പ് വാൾവ്. ഇതൊരു ലീനിയർ മോഷൻ വാൾവാണ്. അതേപോലെ യൂസ് ടു സ്റ്റാർട്ട്, റെഗുലേറ്റ് ആൻഡ് സ്റ്റോപ്പ് ഫ്ലൂയിഡ് വാൾവ്. അതായത് ഐസൊലേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റെഗുലേഷനും പ്രൊവൈഡ് ചെയ്യുന്ന വാൾവാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ട്യൂബ് എന്ന് പറയുന്നത് ഒരു റബ്ബർ ട്യൂബാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ റബ്ബർ ട്യൂബിനെ ക്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഫ്ലോനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, അതേപോലെ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പം ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് അല്ലെങ്കിൽ സ്ലറീസ് ഒക്കെ എൻ്റെ ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാൾവാണ് പിഞ്ച് വാൾവ് എന്ന് പറയുന്നത്. സസ്പെൻഡഡ് സോളിഡ്സും സ്ലറീസും ഒക്കെ കൺട്രോൾ ചെയ്യും, സോളിഡ് മെറ്റീരിയൽസിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാൾവ്സാണ് പിഞ്ച് വാൾവ്സ്. അപ്പം ഇത് പിന്നെ റബ്ബർ ഷേപ്പ്ഡാണ് ട്യൂബ്. ഈ പിഞ്ച് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്